ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സെറ്റ് സ്ക്വയറിലേക്ക് സ്വാഗതം. BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ബ്ലോക്ക് ആയിട്ടുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് എന്ന ഭാഗമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ റീഡിംഗ് സ്കിൽ എന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, യൂണിറ്റ് 1 ദ റീഡിംഗ് സ്കിൽസ്. ഈ ഒരു ലെസണിൽ നമ്മൾ എന്താണ് റീഡിങ്, റീസൺസ് ഫോർ റീഡിങ്, അതുപോലെ ദ റീഡിംഗ് പ്രോസസ്സ്, സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ഗുഡ് റീഡേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീഡിംഗ്, ലെവൽസ് ഓഫ് മീനിങ്, റീഡിംഗ് പ്രോബ്ലംസ്. ഇത്രയും സബ് ടോപ്പിക്സുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചോദിക്കട്ടെ, നമുക്ക് ഒരു ലാംഗ്വേജ് അറിയാമെന്ന് നമ്മൾ പറയുമ്പോൾ, ജസ്റ്റ് പറയാണ് നമുക്ക് തമിഴ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് അറിയാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നിനക്ക് ആ ലാംഗ്വേജ് എഴുതാൻ അറിയോ, സംസാരിക്കാൻ അറിയോ, വായിക്കാൻ അറിയോ? ഈ ഒരു 3 ടേം അല്ലേ ചോദിക്കുക. നിനക്ക് എഴുതാൻ അറിയാമോ, പറയാൻ അറിയാമോ, സംസാരിക്കാൻ അറിയാമോ, അല്ലെങ്കിൽ വായിക്കാൻ അറിയാമോ? ഇതിൽ വായന, റീഡിങ്, അതാണ് നമ്മുടെ ടോപ്പിക്ക്. മറ്റു രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. അതിൽ സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. റൈറ്റിംഗ് ലാസ്റ്റ്, ഈ ഒരു ടെക്സ്റ്റിലെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ റീഡിംഗ് ആണ് ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ടു ബി വൺ ഓഫ് ദ പ്രൈമറി സ്കിൽസ് ടു ബി മാസ്റ്റേർഡ് ഇൻ എ ലാംഗ്വേജ്. നമ്മുടെ ഒരു ലാംഗ്വേജ് അറിയാമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്കില്ലായിട്ട് നമ്മുടെ റീഡിങ്ങിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റ് വെച്ചാൽ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കെ നമുക്ക് അപ്പോൾ ഈ റീഡിങ് എന്താണ് എന്ന് അറിയൽ അത്യാവശ്യമാണ്. ഇനി നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പോൾ ഈ 4-5 ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ വായിച്ചിട്ടുള്ള ഇംഗ്ലീഷിലുള്ള കുറച്ച് വേർഡ്സുകൾ ഉണ്ടാവുമല്ലോ. അതൊരു 5 മിനിറ്റിൽ നിങ്ങളടുത്ത് എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് എണ്ണം എഴുതൂലേ? അല്ലേ? സ്വാഭാവികം അല്ലേ? എഴുതും. എന്തൊക്കെയാണ് എഴുതുക? ടൈം ടേബിൾ, നോട്ടീസസ്, ലെറ്റേഴ്സ്, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മെനു പോലെ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന മെനു പോലെ നമ്മൾ അങ്ങനെ എഴുതൂലേ? നമ്മൾ എന്താ പറയുക, പണ്ട് കുട്ടികൾ ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ 1 2 3 എന്ന് എഴുതിക്കാണ്ട് എഴുതുന്നത് പോലെ നമ്മളും ഇത്രയും വലിപ്പം വെച്ച് നമ്മളും എഴുതും അല്ലേ? നമ്മൾ ആരെങ്കിലും ഇത് വായിക്കുന്നത് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടാണോ? അല്ല. നമ്മൾ എന്താണോ പണ്ട് മുതലേ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മളത് വായിക്കുക. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഗ്രാമറ്റിക്കൽ ഭാഗം എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണോ നമ്മളിത് വായിക്കുന്നത്? അതുമല്ല. നമ്മളെന്താ, നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണോ നമ്മൾ പറയുന്നത് അതുപോലെ ആയിരിക്കും നമ്മളത് വായിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇത് ശരിക്കും ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല. ഓക്കെ, ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള റീഡിങ്. അതെന്താണ്? അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്നതാണ്. അല്ലാതെ എന്താണ്, ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് വായിക്കുന്നത്. ഇനി ടെക്സ്റ്റിൽ പറയുന്നത് വെച്ചാൽ കുറേ പോയിൻറ്റ്സ്, ഒരു 5-6-8 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് അത് പറയാം. ക്യാൻ വി ലിസ്റ്റ് സം ഓഫ് ദ റീസൺസ് വൈ വി റീഡ് ഇൻ അവർ ഡെയിലി ലൈഫ്? വി നോർമലി റീഡ് ബിക്കോസ്, ഫസ്റ്റ് പോയിന്റ്, വി വാണ്ട് ടു ഇൻഫോർമേഷൻ ഫോർ സം പർപ്പസ്, ഓർ ബിക്കോസ് വി ആർ ക്യൂരിയസ് ടു നോ അബൌട്ട് സം ടോപ്പിക്, the answer to a question or the solution to a problem. അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താ പറയുന്നത്? ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കും.
അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വായിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടും നമ്മൾ വായിക്കും. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറോ, നമുക്ക് സംഭവം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തിനൊക്കെയാണ് വായിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഏതൊരു നോർമൽ പേഴ്സണോ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടില്ല. ഒക്കെ ഒരുപോലെ തോന്നും. ന്യൂസ് പേപ്പർ വായിക്കുന്നതും ഇൻഫോർമേഷന് വേണ്ടി വായിക്കുന്നതും ഒക്കെ നമുക്ക് ഒരുപോലെ തോന്നും. അപ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് പോയിൻറ്റ്സുകൾ എഴുതാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഞാനിപ്പോൾ കുറേ ഇതിലുള്ള പോയിൻറ്റ്സുകളൊക്കെ പറയുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് മനസ്സിലാക്കി വേർതിരിച്ച് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ ബൈഹാർട്ട് പഠിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എപ്പോഴൊക്കെയാണ് റീഡ് ചെയ്യുന്നതെന്നൊക്കെ വെച്ചാൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഓക്കെ. അപ്പം വരികയാണെങ്കിൽ എന്താണ്, നമുക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ പോയിൻറ്റ്സുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ്, വേർതിരിച്ച് പഠിക്കുക. അല്ലാതെ പെട്ടെന്ന് നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കായാലും പെട്ടെന്ന് ഒരുപാട് പോയിൻറ്റ്സുകൾ ലഭിക്കണം എന്നില്ല, കാരണം ഒക്കെ ഒരുപോലെയാണ്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, വി നീഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ഓർഡർ ടു പെർഫോം സം ടാസ്ക് ഇൻ അവർ വർക്ക് പ്ലേസ് ഓർ ഇൻ അവർ ഡെയിലി ലൈഫ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിലാവട്ടെ നമ്മുടെ വർക്ക് പ്ലേസിലാവട്ടെ ചില അപ്ലയൻസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, യോജിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിക്കുമല്ലോ. ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ മിക്സി ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. വാഷിംഗ് മെഷീൻ ആയാലും അതിൻ്റെ കൂടെ ഉണ്ടാവും ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, അത് വായിക്കും. അതുപോലെ തന്നെ നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിലും അതിനും ഉണ്ടാവും ആ റെസിപ്പിയൊക്കെ ആയിട്ട് തരിക. അപ്പോൾ നമ്മളത് വായിക്കും. അതൊരു പോയിൻ്റാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, വി വാണ്ട് ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് ഫ്രണ്ട്സ് ത്രൂ മെസ്സേജസ് ഓർ അണ്ടർസ്റ്റാൻഡ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്. നമ്മൾ മെയിൽ അയക്കും, മെസ്സേജ് അയക്കും, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഓക്കെ, ഇവയൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇതിലൊക്കെ വരുന്ന മെസ്സേജസൊക്കെ നമ്മൾ വായിക്കും. നമ്മുടെ ഫ്രണ്ട്സായിട്ടൊരു ഒരു മീറ്റപ്പ് വെക്കാൻ വേണ്ടിയിട്ടില്ലേ, ഒരു ടച്ചപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വായിക്കുന്നുണ്ട്. അതും ഒരു റീഡിംഗ് ആണ്. ഒരു റീഡ് ചെയ്യാനുള്ള ഡെയിലി ലൈഫിൽ റീഡ് ചെയ്യാനുള്ള ഇതിനൊരു കാരണമാണ്. വേറൊരു കാര്യം, നെക്സ്റ്റ് പോയിന്റ്, വി വാണ്ട് ടു നോ വെൻ ഓവർ സംതിങ് വിൽ ടേക്ക് പ്ലേസ് ഓർ വാട്ട് ഈസ് അവൈലബിൾ. നമ്മളെ ഈ ഇതുണ്ടല്ലോ, എന്താ പറയുക, അനൗൺസ്മെൻറ്റ്, നോട്ടീസ്, മെനൂസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, ഇന്ന സ്ഥലത്ത് ഇന്നത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ വിലക്കുറവിൽ ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മളത് അനൗൺസ്മെൻറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ റെസിപ്പികൾ റെസിപ്പി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ് വരുമല്ലോ, എന്താ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയല്ലായിരുന്നോ? ഇപ്പം ഉണ്ടോ എനിക്ക് അറിയില്ല. പിന്നെ ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതിനൊക്കെ കുറച്ച് മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കോ, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തുണ്ട് എങ്ങനെയാ മഴക്കിൽ അനൗൺസ് ചെയ്ത് പോകുമ്പോൾ അവരെങ്ങനെ ഒരു നോട്ടീസ് ഇങ്ങനെ ആ ജീപ്പിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുറകേക്ക് വിടും. നമ്മളത് ഓടിപ്പോയി നമ്മളതെടുത്ത് വായിക്കും ഇല്ലേ? നിങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ടാവില്ലേ? അതന്നെ സെയിം. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, റീഡ് ചെയ്യും. ദെൻ അതാണ് ഒരു പോയിന്റ്. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ ഇതൊക്കെ ഒരുപോലെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ? ഇനി വേറൊരു പോയിന്റ് പറയുന്നത്, വി വാണ്ട് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഓർ ഹാസ് ഹാപ്പൻ. എന്താണ് സംഭവിച്ചതെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കാം. അതെവിടെയാണ് നമ്മൾ വായിക്കൽ? ന്യൂസ് പേപ്പറിൽ, അല്ലെങ്കിൽ മാഗസിൻസ്, അല്ലെങ്കിൽ റിപ്പോർട്ട്സ്. ഇതും ഒരു ഡെയിലി ലൈഫിൽ റീഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, വി വാണ്ട് ടു പ്ലേ ഗെയിംസ്, പസിൽസ്, ആക്ട് ഇൻ എ പ്ലേ അല്ലേ? നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എക്സിറ്റ്, റണ്ണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അതും നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒന്നാണ്. പിന്നെ നമ്മുടെ എൻജോയ്മെൻറ്റിന് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോവല്, ബാലരമ പണ്ടൊക്കെ നമ്മളതല്ലേ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ബാലരമ, ബാലഭൂമി അതൊക്കെ അല്ലേ വായിച്ചിരുന്നത്. ഇപ്പം വനിത എനിക്കറിയില്ല, ഞാനതൊന്നും വായിക്കാറില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ല. ഇപ്പോൾ ഒരുപാട് മാഗസിൻസ് ഉണ്ടല്ലോ, അത് വായിക്കാൻ. നോവൽസ്, സ്കൂളിൻ്റെ ലൈബ്രറിയിൽ നിന്ന് നമ്മളൊക്കെ നോവലെടുത്ത് വായിക്കാറില്ലേ? അതന്നെ സെയിം. നോവല്, സോങ്സ്, പോയംസൊക്കെ വായിക്കാം.
ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും വായിക്കുന്നവരുണ്ടാവും കേട്ടോ, ഒരുപാട് നോവലൊക്കെ ഇരുന്ന് വായിക്കുന്നവരുണ്ടാകും. അല്ല, ഞാൻ എൻ്റെ കേസാണ് പറഞ്ഞത്. ഞാനിപ്പോൾ നോവലൊന്നും വായിക്കാനിരിക്കലില്ല. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ വായിക്കുന്നതാണ്. നമ്മൾ അറിയുന്നില്ലേ, നമ്മൾ ഒരിക്കലും റീഡിങ് ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, എന്തൊക്കെ കാരണത്താലാണ് നിങ്ങൾ വായിക്കാറ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ വായിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ എഴുതേണ്ടി വരുമെന്നൊന്നും നമ്മളാരും വായിക്കുന്ന നേരത്തോ ആ സിറ്റുവേഷനിലോ നമ്മളാരും ഓർക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റീസൺസ് ഫോർ റീഡിങ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഇനി നെക്സ്റ്റ് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ റീഡിങ് പ്രോസസ്സ്. ഇനി എന്താണ് റീഡിങ്? റീഡിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് താഴെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, 5-6 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ചിലത് ശരിയാണ്, ചിലത് ഫോൾസ് ആണ്. ശരിയായാലും ശരി, തെറ്റായാലും ശരി, നിങ്ങളതിന് എന്ത് ചെയ്യണം? എക്സ്പ്ലനേഷനും നൽകണം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതിനുള്ള എക്സ്പ്ലനേഷനും നൽകണം. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് റീഡിങ്ങിനെ കുറിച്ചിട്ടുള്ള, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് ഏതാണ് ശരിയെന്ന് നോക്കാം, ഏതാണ് തെറ്റെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്താണ് റീഡിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, റീഡിങ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് എ ടെക്സ്റ്റ് ആൻഡ് സെയിങ് ദ വേർഡ്സ് ടു യുവർ സെൽഫ്. ബുക്കിലേക്ക് നോക്കിയിട്ട് നമ്മളത് വായിക്കുക, നമ്മുടെ മനസ്സിൽ വായിക്കുക. നമ്മുടെ അടുത്ത് തന്നെ ആ വേർഡ്സുകളൊക്കെ വായിക്കുന്നതാണോ റീഡിങ് എന്ന് പറയുന്നത്? റീഡിങ് ഇൻവോൾവ്സ് അതാണോ? ഇനി റീഡിങ് ഇൻവോൾവ്സ് പുട്ടിംഗ് ദ വേർഡ്സ് ഇൻ പ്രിൻറ്റ് ഓൺ ദ പേജ് ഇൻ ടു സെൻറ്റൻസസ് ആൻഡ് മേക്കിംഗ് സെൻസ് ഓഫ് ദം. ഒരു ബുക്കിൽ പ്രിൻ്റ് അടിച്ച് വരുന്ന ഒരുപാട് വേർഡ്സുകൾ കൂടിയിട്ടുള്ള സെൻറ്റൻസുകൾ, അതിന് അർത്ഥവും ഉണ്ടാവും. ഓക്കെ, അതാണോ, അത് നമ്മൾ വായിക്കുന്നതാണോ റീഡിങ് എന്ന് പറയുന്നത്? പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് എ വേർഡ് യു ഹാവ് ടു റീഡ് ഓൾ ദ ലെറ്റേഴ്സ് ഇൻ ഇറ്റ്. ടു അണ്ടർസ്റ്റാൻഡ് എ സെൻറ്റൻസ് യു ഹാവ് ടു റീഡ് ഓൾ ദ വേർഡ്സ് ഇൻ ഇറ്റ്. നിങ്ങൾക്ക് ഒരു വേർഡ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള എല്ലാ ലെറ്റേഴ്സും വായിക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്കൊരു സെൻറ്റൻസ് മനസ്സിലാക്കണമെങ്കിൽ അതിൽ വരുന്ന എല്ലാ വേർഡ്സും നിങ്ങൾ വായിച്ചിരിക്കണം. ശരിയോ തെറ്റോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ദ നെക്സ്റ്റ്, ടു അണ്ടർസ്റ്റാൻഡ് എ ടെക്സ്റ്റ് യു നീഡ് ടു നോ ദ മീനിങ് ഓഫ് ഓൾ ദ വേർഡ്സ് ഇൻ ദ ടെക്സ്റ്റ്. നമുക്കൊരു ടെക്സ്റ്റ്, ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാകണമെങ്കിൽ, ഒരു ടെക്സ്റ്റ് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അതിലുള്ള എല്ലാ വേർഡ്സിൻ്റെയും മീനിങ് അറിയണം. ആ ടെക്സ്റ്റിലുള്ള എല്ലാ വേർഡ്സിൻ്റെയും മീനിങ് അറിയണം. ദ ടീച്ചർ ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു റീഡ് എ ടെക്സ്റ്റ് ബൈ റീഡിങ് ഇറ്റ് അലൗഡ് വൈൽ ദേ ഫോളോ ദ ടെക്സ്റ്റ് ഇൻ ദെയർ ബുക്സ്. നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഉറക്കെ വായിക്കുകയാണെങ്കിൽ എന്താണ്, ടീച്ചർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ദ നെക്സ്റ്റ് പോയിന്റ്, വെൻ വി റീഡ് ഫോർ മീനിങ് വി ഡു നോട്ട് നീഡ് ടു റീഡ് എവറി ലെറ്റർ ഓഫ് എവറി വേർഡ് നോർ എവറി വേർഡ് ഇൻ ഈച്ച് സെൻറ്റൻസ്. നമ്മൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഒരു വേർഡിലുള്ള എല്ലാ ലെറ്റേഴ്സും വായിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിലുള്ള എല്ലാ വേർഡ്സും വായിക്കണം എന്നതുമില്ല. 7th one, there are no major differences between how one reads in one mother tongue and how one reads in second or foreign language. ഒരു ഡിഫറൻസും ഇല്ല. ഒരാൾ വായിക്കുമ്പോൾ ഒരു ഡിഫറൻസും തോന്നില്ല. അദ്ദേഹത്തിൻ്റെ മദർ ടങ്ങിൽ വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫോറിൻ ലാംഗ്വേജ് വായിക്കുകയാണെങ്കിലും അത് യാതൊരു വ്യത്യാസവും തോന്നില്ല. വായനയിൽ ഒരു വ്യത്യാസവും തോന്നില്ല. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൽ എന്താണ്, ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ആക്ച്വലി ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് റീഡിങ്? വാട്ട് ഈസ് ആക്ച്വലി ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് റീഡിങ്? എന്താണ് ശരിക്കും ഈ ഒരു റീഡിങ് എന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്? എന്താണ്? It is important, very very important to understand that
if we want to develop reading skills in a second or foreign language. It is very very important. നമുക്ക് നമ്മുടെ റീഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജിൽ നമ്മുടെ റീഡിങ് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും എന്താണ് റീഡിങ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് റീഡിങ് പ്രോസസ്സ് എന്നത് നമുക്ക് അറിയൽ നിർബന്ധമാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മുടെ റീഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. In considering the reading process, first we have to distinguish between two quite separate activities, reading for meaning and reading aloud. നമ്മളിപ്പോൾ ഈ റീഡിങ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളായിട്ട് ഈ ഒരു ആക്ടിവിറ്റിയെ രണ്ട് തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീഡിങ് ഫോർ മീനിങ്, സൈലൻറ്റ് റീഡിങ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീഡിങ് അലൗഡ്. ജസ്റ്റ് നമ്മൾ നമ്മുടെ സ്കൂൾ ലൈഫ് ഓർക്കുക, നമ്മുടെ ക്ലാസ് റൂം ഓർക്കുക. നമുക്ക് അത്ര തന്നെ അറിയാത്തൊരു ലാംഗ്വേജ്, ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് തന്നെ കൂട്ടിക്കോളൂ, ഇംഗ്ലീഷ് വായിക്കുകയാണ്. നമ്മളത് വായിക്കുമ്പോൾ നല്ല ഒച്ചത്തിൽ വായിക്കുകയാണെങ്കിൽ നമ്മുടെ ടീച്ചർക്ക് എന്താണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ തപ്പിത്തടഞ്ഞ് വായിക്കുകയാണെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യാനും നമ്മൾ ഉറക്കെ വായിക്കുകയാണെങ്കിൽ അവർക്ക് കഴിയും അല്ലേ. നമ്മൾ ഉറക്കെ വായിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ചിലത് വായിക്കുമ്പോൾ നമ്മൾ ആ ഫീലിംഗ്, ഇമോഷൻസ് വരും. ഷീ ഈസ് വെരി സാഡ്, ഷീ ലോസ് ഹെർ ജോബ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഷീ ഈസ് വെരി സാഡ്, ഷീ ലോസ് ഹെർ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ടാണോ നമ്മൾ ഒച്ചത്തിലാണോ പറയുക? അല്ലല്ലേ, നമ്മളൊരു ഇമോഷണൽ ചെറിയൊരു ഫീലിംഗ് ഒക്കെ കൊടുത്തത് ഒരു സങ്കടഭാവത്തിലാണ് അത് പറയാം. അവൾക്ക് അവളുടെ ജോലി നഷ്ടപ്പെട്ടു, അവൾ ഭയങ്കര സങ്കടത്തിലാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അലൗഡ്, നല്ല ഒച്ചത്തിൽ റീഡിങ് അലൗഡ് ഒച്ചത്തിൽ വായിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനൊക്കെ നമ്മുടെ സ്പീക്കിങ്ങിൽ എക്സ്പ്രഷനൊക്കെ വരിക. ഇനി ഏർലി റീഡേഴ്സിന് നമ്മളൊരു ലാംഗ്വേജ് പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ അലൗഡ് റീഡിങ് അലൗഡ് അതൊരു വലിയ ഉപകാരം തന്നെയാണ്. അവർ ഉറക്കെ വായിക്കുമ്പോൾ ഒന്നാമത് അവർക്കൊരു എന്താ പറയുക ഒരു എനർജി ലഭിക്കും. എന്നുവെച്ചാൽ അവർക്ക് സ്പീക്ക് ആ ഒരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അത് അവർക്ക് എനർജി ലഭിക്കും. അതുപോലെ തന്നെ അവരുടെ മിസ്റ്റേക്സ് തിരുത്താനും കഴിയും. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കുമോ? നമ്മുടെ മനസ്സിൽ തെറ്റാണോ ശരിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ റീഡിങ് അലൗഡ് ആണെങ്കിൽ നമ്മുടെ തെറ്റുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് സംസാരിച്ച് പഠിക്കാനും ഇങ്ങനെ ഉറക്കെ സംസാരിച്ചാൽ സാധിക്കും. പക്ഷേ എന്നും നമ്മളൊരു ലാംഗ്വേജിൻ്റെ ബിഗിനേഴ്സ് ആകുമോ? ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ബിഗിനേഴ്സായിട്ട് എന്നും നിലനിൽക്കുമോ? ഇല്ല. നമ്മൾ 2-3 വർഷമൊക്കെ എന്താണ് ഒരു ലാംഗ്വേജിൽ പുതുതായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ നമുക്കത് പരിചിതമായി. പിന്നെ നമ്മൾ ആരെങ്കിലും ഉറക്കെ വായിക്കുമോ? ഇല്ല അല്ലേ. പിന്നെ നമ്മൾ മനസ്സിൽ വായിക്കാൻ തുടങ്ങും. അതാണ് ഈ നെക്സ്റ്റ് പറയുന്നത്. For most of us, once we have passed the early reading stage, reading aloud is not an activity we engage in outside the classroom, unless of course we are actors or news readers. നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിലല്ലാത്തടത്തൊന്നും പിന്നെ നമ്മൾ ഉറക്കെ വായിക്കാൻ പോകില്ല. ആരൊഴിച്ച് ഈ ന്യൂസ് പേപ്പർ റീഡേഴ്സും അതുപോലെ ആക്ട്രസ് ഇവരൊക്കെ ഒഴിച്ചിട്ട് ഇവരൊക്കെ ഉറക്കെ ആയിരിക്കും ഡയലോഗുകളൊക്കെ പറയുക അല്ല. ന്യൂസ് പേപ്പർ റീഡേഴ്സും ഉറക്കെയാണ് റീഡ് ചെയ്യുക. കാരണം അത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത എല്ലാവരും എന്താണ് ബിഗിനേഴ്സ് അല്ലാത്ത എല്ലാവരും എന്ത് ചെയ്യും പിന്നെ പതുക്കെ മനസ്സിലായിരിക്കും വായിക്കുക. The purpose of reading aloud is not just to understand a text but to convey the information to someone else who has no access to it, such as reading out parts of the newspaper article to a friend or reading a notice to other people who cannot see it clearly, or reading to someone who has lost his or her spectacles. എന്താ പറയുന്നത് വെച്ചാൽ ഈ ഒരു പർപ്പസ് ഓഫ് റീഡിങ് അലൗഡ് നമ്മൾ ഉറക്കെ വായിക്കുക എന്നതിൽ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ടെക്സ്റ്റ് മാത്രം മനസ്സിലാവുക എന്നത് മാത്രം അല്ല, അത് മറ്റുള്ളവർക്കൊരു ഇൻഫോർമേഷൻ കൺവേ ചെയ്യുക വെച്ചാൽ കൈമാറൽ കൂടിയാണ്. ചിലപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പർ റീഡേഴ്സ് തന്നെ
അവരുടെ പ്രേക്ഷകർക്ക് എന്താണ് ന്യൂസ് കൈമാറുകയാണ്. എന്നുവെച്ചാൽ അത് ക്ലിയർ ആവാത്തവർക്ക് അത്ര തന്നെ കണ്ണ് കാണാത്തവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ നോട്ടീസ് വായിച്ചു കൊടുക്കും, അത്ര ക്ലിയർ ആയിട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഒബീവിയസ്ലി റീഡിങ് അലൗഡ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് എ ടെക്സ്റ്റ്. റീഡിങ്ങിൽ അലൗഡിൽ ഇൻവോൾവ് ചെയ്യുന്ന എന്തൊക്കെയാണ് നോക്കൂട്ടോ. റീഡിങ് അലൗഡ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് എ ടെക്സ്റ്റിലേക്ക് നോക്കുക, അത് പിന്നെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ആൻഡ് ആൾസോ സെയിങ് ഇറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. ഇനി പറയട്ടെ, ഈ പാഠം ഭയങ്കര ബോറാണ് മക്കളെ, ഭയങ്കര ബോറ് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പറയണം, എന്താണ് ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല ക്ഷമയുണ്ടാവണം. അത്ര ബോറടിക്കില്ലല്ലോ. ഇത് പോയിന്റ് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഡിഫറൻസ് വരുമ്പോൾ അത്ര ബോറില്ല. ഇത് തന്നെ പറഞ്ഞ് തന്നെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ പോവാണ്. കുറച്ച് ബോർ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം നിങ്ങളങ്ങനെ ക്ഷമിച്ച് കേട്ടിരുന്നോളൂ. റീഡിങ് അലൗഡ് പിന്നെ പറയട്ടെ, ഇതിൽ റീഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അത് 20 മാർക്സിനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നും എഴുതാൻ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഇങ്ങനെ ക്ലാസ് കേട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ. റീഡിങ് അലൗഡ്, റീഡിങ് ഫോർ മീനിങ്, ഇതൊക്കെ ഓർമ്മ വരുമല്ലോ. ഒക്കെ എഴുതിക്കൊണ്ട്, നോ പ്രോബ്ലം, ഒക്കെ എഴുതിക്കൊണ്ട് കേട്ടോ. അറിയുന്ന പോയിൻറ്റ്സ് ഒറ്റൊന്നും വിടരുത്, നിങ്ങൾ എഴുതിക്കൊണ്ടു. മെയിൻ ഹെഡിങ്ങിന് മെയിൻ പോയിൻറ്റ്സിന് മാത്രം അണ്ടർലൈൻ ചെയ്യുക. പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ ശരിയാണെന്ന് ഉറപ്പുള്ള ഇതിന് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടു. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് ഇരുന്ന് കേൾക്കുക. എന്നിട്ട് കാണാതെ പഠിക്കൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ചാപ്റ്റർ അല്ല, കാണാതെ പഠിക്കൊന്നും വേണ്ട. പക്ഷെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് ഭാഗത്തു നിന്ന്, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ എഴുതുക കേട്ടോ. എന്താണ് റീഡിങ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് റീഡിങ് ഫോർ മീനിങ്ങും റീഡിങ് അലൗഡും. ഓക്കെ, റീഡിങ് അലൗഡ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് എ ടെക്സ്റ്റിലേക്ക് നോക്കുക, അത് മനസ്സിലാക്കുക, അത് പറയുക. ഇതാണ് റീഡിങ് അലൗഡ്. മനസ്സിലായല്ലോ. ഇനി ഇറ്റ് ഈസ് എ മച്ച് മോർ ഡിഫിക്കൽട്ട് ആക്ടിവിറ്റി ദാൻ റീഡിങ് സൈലൻ്റ്ലി ബിക്കോസ് അവർ അറ്റൻഷൻ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ റീഡിങ് ആൻഡ് സ്പീക്കിംഗ്. റീഡിങ് അലൗഡ് എന്ന് പറയുന്നത് കുറച്ച് മച്ച് മോർ ഡിഫിക്കൽട്ട് ആക്ടിവിറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ റീഡിങ് സൈലൻ്റ്ലി എന്നതിനേക്കാളും റീഡിങ് അലൗഡ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശ്രദ്ധ സ്പീക്കിങ്ങിലേക്കും റീഡിങ്ങിലേക്കും കൺവേർട്ട് ചെയ്യും. രണ്ടിന് നമ്മുടെ അറ്റൻഷൻ ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് പറയുന്നത് റീഡിങ് സൈലൻ്റ്ലി അല്ലെങ്കിൽ റീഡിങ് ഫോർ മീനിങ്. On the other hand is the activity we normally engage in when we read books, newspaper, road signs, posters, etc. ചില നമ്മൾ റീഡിങ് ബിഗിനേഴ്സിൻ്റെ ടൈമിലാണ് അലൗഡായിട്ട് നമ്മൾ വായിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെയാണ് റീഡിങ് ഫോർ മീനിങ് അല്ലേ. നമ്മുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് വായിക്കുന്നത്, ഇരുന്ന് ഉറക്കെ വായിക്കുമോ? ഇല്ല. നമ്മളെന്താ നമ്മുടെ മനസ്സിരുത്തി നമ്മൾ മനസ്സിൽ അങ്ങനെ വായിച്ച് പോവല്ലേ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മീനിങ്ങും നമ്മുടെ മനസ്സിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടല്ലോ. അല്ലാതെ ഇരുന്ന് ഉറക്കെ വായിക്കാൻ പോവുമോ? സെയിം അത്ര തന്നെ. വെച്ചാൽ നമ്മൾ നോർമലി എൻഗേജ് ചെയ്യുന്ന ഒരു കാര്യം ഏതാണ്, റീഡിങ് ഫോർ മീനിങ് ആണ്. നമ്മളൊരു ന്യൂസ് പേപ്പർ വായിക്കട്ടെ, ഒരു ബുക്ക് ആവട്ടെ, അല്ലെങ്കിൽ ഒരു നോവലാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഒരു പോസ്റ്റർ ആവട്ടെ, അല്ലെങ്കിൽ റോഡ് സയൻസ് അതെന്ത് തന്നെ ആവട്ടെ, അതൊക്കെ എന്താണ് നമ്മൾ റീഡിങ് ഫോർ മീനിങ്. റീഡിങ് ഫോർ മീനിങ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് സെൻറ്റൻസസ് ഇൻ എ ടെക്സ്റ്റിലുള്ള ആ സെൻറ്റൻസ് നോക്കുക ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ് ദേ കൺവേ. അവർ തരുന്ന ആ മെസ്സേജിന്, അവർ കൈമാറുന്ന ആ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. പക്ഷേ റീഡിങ് അലൗഡ് എന്തായിരുന്നു പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടല്ലോ. റീഡിങ് അലൗഡ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് എ ടെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്, അതുപോലെ തന്നെ അത് പറയുകയും ചെയ്യും, സെയിങ് ഇറ്റ്. പക്ഷേ റീഡിങ് ഫോർ മീനിങ്ങിൽ എന്താണ് പറയുന്നത്, ലുക്കിംഗ് അറ്റ് സെൻറ്റൻസസ് ഇൻ എ ടെക്സ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ് ദേ കൺവേ ഓർ അതർവൈസ് മേക്കിംഗ് സെൻസ് ഓഫ് written ടെക്സ്റ്റ്. ഓക്കെ, ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മേക്കിംഗ് സെൻസ് ഓഫ് എ written ടെക്സ്റ്റ്. ഇനി ഇറ്റ് ഡസ് നോട്ട് നോർമലി ഇൻവോൾവ് സെയിങ് ദ വേർഡ്സ് വി റീഡ്, നോട്ട് ഈവൻ സൈലൻ്റ്ലി ഇൻസൈഡ് അവർ ഹെഡ്സ്. അപ്പം മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ റീഡിങ് അലൗഡും റീഡിങ് ഫോർ മീനിങ്ങും. ഇനി താഴെ നമുക്ക് 2 പാരഗ്രാഫ്സ് തരുന്നുണ്ട്. 2 പാരഗ്രാഫ് അല്ല കേട്ടോ, ആദ്യത്തെ പാരഗ്രാഫ് നമ്മളെടുത്ത് സൈലൻ്റായിട്ട് വായിക്കാനും സെക്കൻഡ് പാരഗ്രാഫ് നമ്മളോട് അലൗഡ് സൗണ്ടിൽ ഒച്ചത്തിൽ വായിക്കാനുമാണ് പറയുന്നത്.
അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇരുന്നുകൊണ്ട് ദ ഡിസ്കവറി ഓഫ് പെൻസിലിൻ അറിയുന്നത് നിങ്ങൾ ഫസ്റ്റത്തെ എന്ത് ചെയ്യുക, സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സ് ഇരുത്തി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. സെക്കൻഡ് വൺ അലൗഡ്. ഓക്കെ, അലൗഡ് ഒച്ചത്തിലൊന്ന് വായിച്ച് നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് പെൻസിലിൻ്റെ ഡിസ്കവറിയെ കുറിച്ചിട്ടാണ് ഈ 2 പാരഗ്രാഫും പറയുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് പാസ്റ്ററാണ് എന്താണ് ഡിസ്കവേർഡ് ജേംസ്, അതുപോലെ ലിസ്റ്റർ കില്ലഡ് ദം. പിന്നെ ഈ ഇവർ 2 പേരും കൂടി ഒരുമിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഈ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ്റെ തിയറിയും പ്രാക്ടീസൊക്കെ ഇവർ 2 പേരും കൂടി ഒരുമിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു പാസ്റ്ററും അതുപോലെ ലിസ്റ്റർ എന്ന് പറയുന്ന 2 വ്യക്തികൾ ഇവരെന്ത് ചെയ്തു, ആൻറ്റിസെപ്റ്റിക്സ് കണ്ടുപിടിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെക്കൻഡ് പാരഗ്രാഫിലാണെങ്കിൽ അത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കേട്ടോ, നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് പാരഗ്രാഫിൽ അതേപോലെ തന്നെ പറയുന്നത് റൈറ്റ് ആൻഡ് ഫ്ലെമിംഗ് ഇവർ 2 പേരും കൂടി എന്ത് ചെയ്തു, ബോഡിക്ക് ഹാംഫുൾ അല്ലാത്ത ആൻറ്റിസെപ്റ്റിക്സ് കണ്ടുപിടിച്ചു, ലൈസോസോം കണ്ടുപിടിച്ചു. പെൻസിലിൻ 2ാമതാണ് കേട്ടോ. ഈ ലൈസോസോം ആണ് ഫസ്റ്റ് നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക് ദാറ്റ് വാസ് ഹാംലെസ് ടു ദ സെൽ ഓഫ് ദി ബോഡി. ദെൻ പെൻസിലിൻ ഈസ് സെക്കൻഡ് വൺ. ഓക്കെ, ഇതിപ്പോൾ 2 പാരഗ്രാഫും എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ സൈലൻ്റ് ആയിട്ടും വായിക്കുക, ഒന്ന് നിങ്ങൾ അലൗഡ് ആയിട്ട് വായിക്കുക. ഇനി നിങ്ങളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നിക് മേക്ക് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ ടെസ്റ്റ്? ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ, ഈ ഒരു 2 പാരഗ്രാഫും മനസ്സിലാക്കാൻ സഹായിച്ചത്? വിച്ച് ടെക്നിക് ഈസ് മോർ ഹെൽപ്ഫുൾ ഇൻ ഡെവലപ്പിംഗ് റീഡിങ് എബിലിറ്റി? അതുപോലെ തന്നെ ഏത് ടെക്നിക്കാണ് ഈ ഒരു റീഡിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ഏതാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ്? നെക്സ്റ്റ് വണ്, അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് റീഡിങ് ഈസ് ദാറ്റ് when we read for meaning, we do not need to read every letter of every word nor every word in each sentence. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ അർത്ഥത്തിന് വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫോ ഒരു ടെക്സ്റ്റോ വായിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിലുള്ള ഓരോ വേർഡിലെ ഓരോ ലെറ്റേഴ്സും വായിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഓരോ സെൻറ്റൻസിലെ എല്ലാ വേർഡ്സും വായിക്കണം എന്നുമില്ല. കാരണം നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ, അത് മുഴുവൻ തന്നെ വായിക്കുക. ആ ഒരു സെൻറ്റൻസ് നമ്മൾ മുഴുവൻ വായിക്കാതെ തന്നെ നമുക്കത് ഊഹിക്കാൻ പറ്റും. ഇനി എന്താണ് അടുത്ത വേർഡ് എന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ മീനിങ് പോകുന്നത് എന്നുള്ളതും നമുക്ക് ഊഹിക്കാൻ പറ്റും. കാരണം എന്താണ്, ഇതൊരു കണ്ടിന്യൂഷനാണ്. ഒരു സ്റ്റോറി ആണെങ്കിൽ അതൊരു കണ്ടിന്യൂ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിലുള്ള ചിലപ്പോൾ ഒരു വേർഡ് മതിയാവും നമുക്ക് ഈ കഥയുടെ ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ തന്നെ. അതാണ് ഒരു പോയിന്റ് പറയുന്നത്. ഇനി എന്താണ്, അതുപോലെ ഓരോ ലെറ്റേഴ്സും നമ്മൾ നോക്കണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ടെക്സ്റ്റിൽ തന്നെ കാണുന്നുണ്ട്, എ മെൻ വാസ് മിസ്സിംഗ് ലെറ്റേഴ്സ് ആയിട്ട് കൊടുത്ത ആ ഒരു സെൻറ്റൻസ് കണ്ടോ നിങ്ങൾ? അതെന്താണ്, എ മെൻ വാസ് വാക്കിംഗ് ഡൗൺ ദി സ്ട്രീറ്റ് ക്യാരിങ് എ ഗ്രീൻ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരുപാട് ലെറ്റേഴ്സ് മിസ്സിങ് ഉണ്ട്. പക്ഷെ നമുക്കത് വായിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചൊരു ടഫാണ്, പെട്ടെന്നൊന്നും അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഐ ഹാസ് എ കാർ എന്ന് എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ചോദിച്ചോളൂ. ഐ ഹാസ് ഗോട്ട് എ കാർ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഐ ഹാസ് എ കാർ എന്ന് പറയാൻ പാടുണ്ടോ? നോ. എന്താണ് ശരി? ഐ ഹാവ് എ കാർ എന്നേ പറയാൻ പാടുള്ളൂ. ഐൻ്റെ കൂടെ ഒരിക്കലും ഹാസ് വരില്ല. ഐൻ്റെ കൂടെ ഹാസ് വരില്ല. അതിൻ്റെ കൂടെ ഹാവേ വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഐ ഹാവ് എ കാർ. കാരണം ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ലാഗായിട്ട് പഠിക്കുന്നവരായിരിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ട് കാണുക വെച്ചാൽ +2 കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് പഠിക്കുന്നവരാകുമ്പോൾ കുറേ ഗ്രാമേഴ്സിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. നോക്കട്ടെ, ഞാൻ ഒരു 3-4 സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ കുറച്ച് പറഞ്ഞു തരുമെന്ന്. പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് പറഞ്ഞു തരാൻ, എനിക്ക് ഈസിയാണ്. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺവെർസേഷനൊക്കെ എഴുതുമ്പോൾ ഒന്നും കൂടി ഈസി ആവും. സിമ്പിളായിരിക്കും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല, അതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഐൻ്റെ കൂടെ ഹാവേ വരാൻ പാടുള്ളൂ. ഐ ഹാവ് എ കാർ അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ കാർ. അത് ഇൻഫോർമലും ഫോർമലായിട്ടുള്ള സ്പീക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല, രണ്ടും സെയിം മീനിങ്. അപ്പം ഐ ഹാവ് എ കാർ എന്നുള്ളിടത്ത് ഹാവിൻ്റെ ലെറ്റേഴ്സ് മിസ്സിങ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ കാറിൻ്റെ സ്പെല്ലിങ് CAR എന്നുള്ളത് C ഉണ്ട്, ആറും ഉണ്ട്, A മിസ്സിങ് ആണെന്ന് കരുതിയാലും നമുക്കത് ഈസി ആയിട്ട് വായിക്കാൻ കഴിയും. ഐ ഹാവ് എ കാർ അല്ലേ?
എനിക്കൊരു കാറുണ്ട്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ ഈസിയാണ് കേട്ടോ. പക്ഷേ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, എ മെൻ വാസ് വാക്കിംഗ് ഡൗൺ, പക്ഷേ അത് നമുക്ക് അത്ര പെട്ടെന്ന് ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും, ചിലതൊന്നും നമുക്ക് വായിക്കാൻ കഴിയില്ല. ഓക്കെ, വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്, നമ്മൾ ഗസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് പാർട്ട് നോക്കിയിട്ട് ഗസ് ചെയ്തിട്ടാണ് നമ്മളിത് വായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നോക്കിയാൽ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു പാസീവായിട്ടുള്ള പ്രോസസ്സ് അല്ല, അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. നമ്മളത് വായിക്കുന്ന ആ ടൈമിൽ തന്നെ നമ്മളത് ആ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നുമുണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഇനി അടിയിലുള്ള ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് നമ്മൾ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണല്ലേ, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു പിക്ചറാണിത്, ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇനി ഞാനിത് പറയണോ? ജസ്റ്റ് ഒന്ന് പറയാം അല്ലേ. ഓക്കെ, ഒരു എൻകോഡർ എന്ത് ചെയ്യും, ആ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഒന്നുകിൽ സ്പോക്കൺ രൂപത്തിൽ അല്ലെങ്കിൽ റിട്ടൺ രൂപത്തിൽ അത് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മെസ്സേജ് ഉണ്ടാവും, അത് എന്ത് ചെയ്യും, അദ്ദേഹം വേർഡ്സായിട്ട് എൻകോഡ് ചെയ്തിട്ട് ഒന്നുകിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് സ്പോക്കൺ രൂപത്തിൽ എന്ത് ചെയ്യും, ഒരു ഡീകോഡർക്ക് കൈമാറും. അത് ആ ഡീകോഡർ കളക്ട് ചെയ്യും. അതാ പറഞ്ഞത്, ആ ഡീകോഡർ ഡീകോഡിങ് ചെയ്തിട്ട് ആ ഒരു മെസ്സേജ് കളക്ട് ചെയ്യും. ഓക്കെ, once it decoded the message enters the mind of the decoder and it is understood. അങ്ങനെയാണ് മനസ്സിലാക്കുക. അപ്പോൾ ഒരു എൻകോഡർ ഉണ്ടാവും, ഒരു ഡീകോഡർ ഉണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരാൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല, ഞാനും ഉണ്ട് നിങ്ങളും ഉണ്ട്. ഞാനത് ഒരു മെസ്സേജൊക്കെ എന്താണ് മൈൻഡിൽ വെച്ചിട്ട് അത് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ ആരാണോ ക്ലാസ് കേൾക്കുന്ന ആ ഒരു നിങ്ങൾ എന്ത് ചെയ്യും, അത് കേട്ടിട്ട് അത് മനസ്സിലാക്കുന്നു. ഞാനാണ് എൻകോഡർ, നിങ്ങളാണ് ഡീകോഡർ. ഇറ്റ്സ് സിമ്പിൾ. ഓക്കെ, ഈ ഒരു മോഡൽ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്, അത് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കൂ. ഇതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനുള്ളത്? ഇപ്പം ഞാനൊരു മെസ്സേജ്, എൻ്റെ മനസ്സിലുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാണ്. അപ്പം ഞാനത് നന്നായിട്ട് നല്ല രീതിക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഡീകോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അല്ലേ. ഇനി ഞാൻ എന്താണ്, എനിക്കൊരു ഐഡിയ ഉണ്ട്, എൻ്റെ മൈൻഡിലൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അതെനിക്ക് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്താണ്, നിങ്ങൾ വേറൊരു രീതിക്കായിരിക്കും അതിനെ കാണുക. അപ്പോഴും അവിടെ ആ മെസ്സേജ് തെറ്റി അല്ലേ. ഇനി ഞാൻ പറയുന്നിടത്ത് വല്ല മിസ്റ്റേക്സും വന്നാലും എന്താണ്, എൻ്റെ ഐഡിയ അതിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞു വന്നതെങ്കിലും എന്താണ്, ഡീകോഡ് ചെയ്യുന്നിടത്തും ആ ഒരു മെസ്സേജ് തെറ്റി, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ് എഫക്റ്റീവ് അല്ലാതെ ആയി. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാനെന്ന എൻകോഡർ പറയുന്ന ലാംഗ്വേജ്, ഞാൻ മലയാളത്തിൽ പറയുന്ന ലാംഗ്വേജ് നിങ്ങൾക്കൊരു മലയാളം അറിയാത്തൊരു ഡീകോഡർ ആണെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനും എഫക്റ്റീവ് ആകുന്നില്ല. മനസ്സിലായല്ലോ. One thing is clear from this model, namely it assumes that reading means getting out of the text as nearly as possible the message that the writer put into it. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ റൈറ്റർ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിൽ അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് എന്നതിൽ മാക്സിമം നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുക. നമ്മൾ വായിച്ചിട്ട് അത് മാക്സിമം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക, അത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, the text is full of meaning conveyed through words and the meaning can be absorbed by the reader's mind like a sponge absorbs water. നമ്മളൊരു ടെക്സ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീഡറിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ്. നമ്മളതൊക്കെ ഒപ്പിയെടുക്കും, നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കും, നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും അല്ലേ. അല്ലെങ്കിൽ എംപ്റ്റി വെസൽ പോലെയാണ്, നമ്മൾ അതിലേക്ക് നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഫാക്ട്സ് പോർ ചെയ്യും. അതിന് കുറേ എക്സാമ്പിൾസ് അവിടെ പറയുന്നുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചോട്ടോ. ഓക്കെ, ഇനിയാണ് പറയുന്നത് നോക്കി, പ്രോബ്ലംസ് അറൈസ് വെൻ ദർ ഈസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദ പ്രീസപ്പോസിഷൻ ഓഫ് ദ റൈറ്റർ ആൻഡ് ദോസ് ഓഫ് ദ റീഡർ. എപ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ, ഈ റൈറ്റർ ചിലപ്പോൾ എന്താണ് എഴുതുന്നത്, അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകളായിരിക്കും എഴുതുന്നത്. അത് നമ്മുടെ റീഡർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാത്ത, അത്രക്കാണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തപ്പോഴാണ് അവിടെ ആ ഒരു പ്രോബ്ലം വരുന്നത്.
എന്താണ് റൈറ്റർ ഉദ്ദേശിച്ചതെന്ന് നമ്മുടെ റീഡർക്ക് മനസ്സിലാവാതെ വരുമ്പോൾ, എങ്ങനെയാണ് മനസ്സിലാവാതെ വരുന്നത്? ഈ ഒരു റൈറ്ററിൻ്റെ കാഴ്ചപ്പാടുകളായിരിക്കില്ല റീഡറുടെ കാഴ്ചപ്പാടുകൾ. ഓക്കെ. But is it possible for the writer and the reader to have identical experience of life? Not necessarily. Look at the figure below. ശരിയാണ്, നമ്മൾ നമ്മുടെ ഒരു റൈറ്റർ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല റീഡറുടെ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ അദ്ദേഹത്തിന് അത്ര കണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നും ഇല്ല, അല്ലേ? അപ്പോൾ ആ ഒരു പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, റൈറ്റർ, റീഡർ, നടക്ക് ഏരിയ ഓഫ് ഷെയർഡ് അസംഷൻസ്. വെച്ചാൽ റൈറ്ററോ റീഡർ ഇതിൽ ഏരിയ ഏതാ കൂടുതൽ? ഏരിയ ഓഫ് ഷെയർഡ് അസംഷൻസ് എന്ന് പറയുന്നത് അവർ രണ്ടാളും കൂടി ഒരുമിച്ചുള്ള ഭാഗമാണ്. മറ്റേ അവരുടെ രണ്ടും ലൈഫ് എക്സ്പീരിയൻസ് അത്രത്തോളം ഡിഫറൻസ് ആണ്. ഇനി ഏരിയ ഓഫ് ഷെയർഡ് അസംഷൻസ് കൂടുകയാണെങ്കിൽ ഈ റൈറ്റർ എഴുതിയത് റീഡർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പൊതുവെ അവിടെ കുറവാണ് കാണിക്കുക. കാരണം ഞാനിപ്പോൾ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങളാരും എനിക്ക് അറിയില്ല, ജസ്റ്റ് നിങ്ങളുടെ നെയിംസ് മാത്രമല്ലേ എനിക്ക് അറിയുന്നുള്ളൂ. അറിയാത്ത ഒരുപാട് പേര് വേറെയും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ജീവിത രീതികൾ ഒക്കെ വേറെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ്, സിമിലർ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കില്ല. ബിലീഫ്സ്, അസംഷൻസ് ഇതൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ ബിലീഫിനും എൻ്റെ അസംഷൻസിനും ആറ്റിറ്റ്യൂഡ്സിനും അനുസരിച്ചായിരിക്കും ഞാനൊരു ബുക്ക് എഴുതുന്നത്. അത് വായിക്കുന്ന നിങ്ങൾ, റീഡർ, അതത്രക്ക് അങ്ങോട്ട് ദഹിക്കൂല, അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ദഹിക്കാതെ വരുന്നത്? അവരുടെ കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ആ വേർഡ്സുകളൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഇതുകൊണ്ടാണ്. ഇനി അഥവാ നമ്മുടെ ബിലീഫും അസംഷനും ഇതൊക്കെ സെയിം ആണെന്ന് കരുതുക, ഒരു റീഡറിൻ്റെയും ഇതൊക്കെ സെയിം ആണെങ്കിൽ എന്താണ്, അവിടെ നന്നായിട്ട് റീഡർക്ക് റൈറ്റർ എഴുതിയത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും. അൺഷെയ്ഡഡ് ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് യുണീക്ക് ക്യാരക്ടർ ഓഫ് ഈച്ച് ഇൻഡിവിജ്വലാണ്. ഞാൻ പറഞ്ഞത് വിട്ടുപോയതാണ്. യുണീക്ക് ക്യാരക്ടർ ഓഫ് ഈച്ച് ഇൻഡിവിജ്വലും ഷെയ്ഡഡ് ഏരിയ ഓഫ് ഷെയ്ഡഡ് അസംഷൻസും എന്താണ് ഷെയ്ഡ് ഇല്ലാത്ത ആ ഒരു ഏരിയ എന്ന് പറയുന്നത് യുണീക്ക് ക്യാരക്ടർ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്ക് സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ഗുഡ് റീഡേഴ്സ്. ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. ഓക്കെ. ഇത് തന്നെ നല്ല ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും അല്ലേ ക്ലാസ് കേട്ടാൽ നിങ്ങളുടെ കമൻറ്റ് നല്ലതായാലും ആകാത്തതായാലും ഡിസ്ലൈക്ക് ആയാലും ലൈക്ക് ആയാലും കുഴപ്പമില്ല. എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അവരുടെ കമൻറ്റ്സ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കും. അവരിത് കാണുമ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് പേര് എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ, നിങ്ങൾ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു വീഡിയോ കണ്ടാലും മെസ്സേജ് അയക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അല്ലാത്തവരും ഒരുപാട് കാണുന്നുണ്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ. അതിൻ്റെ കാരണവും പറയണം കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെങ്കിൽ ഞാനൊന്നും കൂടി ക്ലിയർ ആക്കി പറയാം. അല്ല പിന്നെ സാധാരണ പറയുന്ന മാതിരി വലിച്ചു നീട്ടി പറയാണ്, അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്കും വെച്ചാൽ എല്ലാവരെയും കൂടി മാനേജ് ചെയ്ത് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.